ഹലോ കൂട്ടുകാരെ, എൻ്റെ 2 വയസ്സിൻ്റെ ബർത്ത്ഡേ വീഡിയോ ആട്ടോ ഇത്. അപ്പം അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. എന്നാലും എൻ്റെ വീട്ടുകാരും ചേട്ടൻ്റെ വീട്ടുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരെയും അധികം ക്ഷണിച്ചിട്ടില്ല. വലിയ ആർഭാടമായിട്ടുള്ളൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഒന്നും ആയിരുന്നില്ല. വളരെ സിമ്പിളായിട്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേ ഒക്കെ നടത്തിയത്. അപ്പം എൻ്റെ ചേട്ടൻ്റെ പെങ്ങളുടെ മോളുടെ ബർത്ത്ഡേയും ആ മാസത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ആൽബി എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ പേരും കേക്കിൽ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ചേർത്താണ് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യിപ്പിച്ചേട്ടാ. അപ്പം ഞാൻ ബർത്ത്ഡേ കേക്ക് മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ ചേട്ടന്റെ മോനും പിന്നെ അനിയന്റെ മോളും എല്ലാരും കുട്ടീസൊക്കെ കുറെ പേരുണ്ടായിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു. കേക്കൊക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെന്താ, ചേട്ടന്റെ നാട്ടിൽ നിന്ന് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, ആ, പെങ്ങള്, അളിയൻ, അവരുടെ മക്കള്, പിന്നെ ചേട്ടന്റെ അനിയൻ, വൈഫ്, അങ്ങനെ എല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ചേട്ടൻ, വൈഫ്, അച്ഛനമ്മ, അങ്ങനെ എല്ലാരും ഉണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അങ്ങനെ കുഞ്ഞനാണെങ്കിൽ തൊപ്പിയൊക്കെ വെക്കുന്ന ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും. തൊപ്പിയൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞ നിർബന്ധമായിരുന്നു. ഞാൻ പിന്നെ എടുത്ത്. പിന്നെ ആൽബി നട്ടാ പെങ്ങളുടെ മോന്റെ പേര്. അവൻ പിന്നെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഉം. പിന്നെ ഇത് ചേട്ടന്റെ അളിയനാട്ടാ. പിന്നെ ഇത് പെങ്ങളാട്ടാ. പിന്നെ പിന്നെ എന്റെ അച്ഛന്, ഇതെന്റെ അച്ഛനാട്ടാ. എന്റെ അച്ഛൻ കേക്ക് കൊടുക്കുവാന്. ഇത്തിരി പോലെ കഴിച്ചിട്ടില്ലായിരുന്നു. ഇല്ല. പിന്നെന്താ, ഇത് അവന്റെ ചേട്ടന്റെ അമ്മയും അച്ഛനാട്ടാ. പിന്നെ ആൽബി എല്ലാവർക്കും കേക്ക് മുറിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായ നിങ്ങളെല്ലാവരും. ഇത് ചേട്ടന്റെ അനിയനാട്ടോ. അനിയനും ചേട്ടൻ്റെ അനിയന്റെ വൈഫാട്ടോ, സോറി. അവരൊക്കെ അവന് കേക്ക് കൊടുക്കട്ടോ. പിന്നെന്താ, പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ബൈ.